ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം? അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മളങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നുട്ടോ. രാവിലത്തെ വിശേഷങ്ങളൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയില്ല, ഒക്കെ പാടൊന്നും ഉൾപ്പെടുത്താൻ സമയം കിട്ടിയില്ല ഇനി മക്കളെ. പിന്നെ അതല്ല കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുറേ സ്പേസ് ഇല്ലാത്തപ്പോൾ കുറേ ഒഴിവാക്കിയപ്പം അതങ്ങോട്ട് പോയും ചെയ്തിട്ടോ. അപ്പോൾ അതാ നമ്മളെ ഹെസറ്റിൻ്റെ നഴ്സറിയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ചേരും തുടക്കലും പാത്രം മോറലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടിച്ചേരും തുടക്കലും പാത്രം മോറലൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ കാട്ടിയും കൂടി തരാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരുമ്പാളതൊക്കെ പാടെ പുറത്തേക്ക് കൊണ്ടുപോയി തിരുമ്പി ഇതാ അയലുമെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് നിങ്ങളെന്താ അതിന് പറയാൻ എനിക്കറിയില്ല. ഞങ്ങളിതിന് അയലിൽ നിന്നൊക്കെയാണ് കേട്ടോ പറയാം. അപ്പോൾ അവിടെ തോര ഇട്ടിട്ട് കേട്ടോ. ഇനിയിപ്പോൾ കുളിയും കഴിഞ്ഞ് നമ്മളകത്ത് കട കയറിയപ്പോഴാണ് നമുക്ക് കോയും കൊണ്ട് അങ്ങോട്ട് കാക്ക വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ കോഴി കൊണ്ട് എന്തെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. കോഴിക്കിപ്പോൾ വില ഇല്ലാത്തതുകൊണ്ട് കോഴി എത്രയും വാങ്ങല്ലോ, വല്ലാതെ വിലയൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞായിട്ട്. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ കോഴി കുറച്ച് തോനെ കൊടുക്കുന്നു. അപ്പം ഇത് കുറച്ച് പൊരിച്ചും വേണം, പൊരിച്ചെങ്കിലേ കുട്ടികളെ അങ്ങോട്ട് തിന്നുള്ളൂ. അപ്പോൾ കുറച്ച് കറിയും വെക്കാം. അപ്പോൾ കറി മുളകിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തില്ല. പിന്നെ ഉപ്പേരിക്കും വേണ്ടിയതാണ് ഞാൻ കയ്പങ്ങ രാവിലെ തന്നെ അങ്ങോട്ട് എരിഞ്ഞ് വെച്ചിരുന്നു. എന്നിട്ട് ഉപ്പിട്ടൊന്ന് കഴുകി വെച്ചും ചെയ്തിനി. പിന്നെ കുറച്ച് കയ്പൊക്കെ നമ്മൾ പോയും ചെയ്തോളൂ എന്നൊക്കെ വിചാരിച്ചാണ്ട് അങ്ങനെ നമ്മളെ കോഴി ചിക്കൻ എന്നൊക്കെ പറയാം. എന്താ നിങ്ങൾ പറയും എനിക്കറിയില്ല. ഞാൻ കോഴി എന്ന് വെച്ച മലയാളത്തിൽ അങ്ങോട്ട് പറയും ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതാ കോഴിയൊക്കെ നമ്മളവിടെ അടുപ്പത്ത് കണ്ടാക്കി വെച്ചിട്ട് മുളക് ഇട്ടാണ്ട് ഇപ്പോൾ അതിൽ കുക്കർ വിസിലിടുന്നാൽ അതാണ്ടായി കിട്ടുള്ളൂ. കയ്പങ്ങ ഉപ്പേരി അതാ ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറയാം ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ വിടുന്നില്ല. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ കുറച്ച് കോഴി പൊരിച്ചാണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചാണ്ട് വെക്കാണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതാണ് പൊരിച്ചതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ നേരുന്നതിന് അതൊക്കെ മോറി വെക്കട്ടെ. അപ്പോത്തിനൊക്കെ ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് പൊടിച്ചും ചെയ്തോളും. അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് അങ്ങോട്ട് മോറി എടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ ഇട്ടെന്നാൽ പിന്നെ അടുപ്പം ഇതിനെ തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ വൃത്തിയായി കടുക്കുമല്ലോ. അപ്പോൾ ചോറും വെച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം പോയി കടന്നുറങ്ങുകയൊക്കെ ചെയ്യുമല്ലോ. ചോറ് പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ ചോറ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ തന്നെ നമ്മൾ ചോറും കൂട്ടാനോ ഒക്കെ ആയിട്ട് ഇപ്പോൾ കോഴി പൊരിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് കടുവെച്ചും ചെയ്തിട്ട് കൂടെ നമ്മൾ ഈ ചുറ്റും വന്നാൽ ഒച്ചമ്പള്ളി നായാട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കോഴി പൊരിച്ചാൻ വേണ്ടി ചട്ടിക്കടിട്ട് ചെയ്തതിന് കോഴി മുളകിട്ട് നമ്മൾ കുക്കറിൽ അയിൻ ചെയ്തതിന് പിന്നെ നമ്മളെ കയ്പങ്ങ ഉപ്പേരി ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മൾ കുറച്ച് ചമ്മന്തി കൂടിയാണ് ഉണ്ടാക്കിയിട്ട് മാങ്ങ ചമ്മന്തിയാണ് ഇട്ട് ഉണ്ടാക്കി. തേങ്ങ ഒന്നും ഇടാതെ നല്ല അടിപൊളി ചമ്മന്തി പച്ചമുളകും മാങ്ങയൊക്കെ അവിടെ ചെത്തിയിട്ടാണ് പിന്നെ മിക്സിയിലൊന്നും അങ്ങോട്ട് കറക്കിയിട്ട് പിന്നെ ഉപ്പിട്ടാണ് തിന്നാനുണ്ടല്ലോ. എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നറിയോ. അങ്ങനെ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒന്ന് ഒറ്റ മണിക്ക് തൊള്ളേക്കാണ്ട് ഇടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.